വെടിക്കെട്ടിൽ ഉല്ലസിക്കുന്ന ദൈവങ്ങൾ. വെടിവഴിപാടുകളും വെടിക്കെട്ടുകളും കണ്ട് സന്തോഷിക്കുന്ന ദൈവങ്ങൾ. വെടിക്കെട്ടുകളിൽ നിസ്സഹായരായ മനുഷ്യജീവനുകൾ പൊലിയുമ്പോൾ ഈ ദൈവങ്ങൾ എവിടെയാണ്? കഴിഞ്ഞ 50 കൊല്ലത്തിനിടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലും പള്ളിപ്പറമ്പുകളിലും ഉണ്ടായ നൂറുകണക്കിന് വെടിക്കെട്ടപകടങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2016 പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന 114 മനുഷ്യ ശരീരങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ തൃപ്പൂണിത്തറ പുതിയകാവ് വെടിക്കെട്ട് അപകടത്തിലും ഉണ്ടായ നാശനഷ്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. മനുഷ്യനും വസ്തുവകകൾക്കും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ മാത്രമല്ല, അതീവ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ശബ്ദമലിനീകരണത്തിനും വെടിക്കെട്ട് കാരണമാകുന്നു. ഉത്സവ സീസൺ കണക്കുകൂട്ടി കേരളത്തിലെ പല ആരാധനാലയങ്ങളിലും ടൺ കണക്കിന് അനധികൃതമായ വെടിക്കോപ്പുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും പരിശോധിക്കുവാനോ കണ്ടുപിടിക്കുവാനോ ആരും മിനക്കെടാറില്ല. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ചില പ്രഹസനങ്ങൾ മാത്രം, അതും ഏതാനും ദിവസത്തേക്ക് മാത്രം. വീണ്ടും പഴയപടി. പല സ്ഥലങ്ങളിലും ആവശ്യമായ പെർമിഷനുകൾ ഒന്നുമില്ലാതെയാണ് വെടിക്കെട്ട് നടത്തുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. ആരാധനാലയങ്ങൾക്കെതിരെ നടപടികളെടുക്കുവാൻ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്കും കോടതികൾക്ക് പോലും പേടിയാണ്. തൃശ്ശൂരിലെ ഒരു ദേവാലയത്തിന് സമീപമുള്ള പരിസരവാസികൾ വെടിക്കെട്ട് നിരോധിക്കണം എന്നപേക്ഷിച്ച് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സ്റ്റേ ഓർഡർ നൽകിയ കോടതി തന്നെ അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പിൻവലിച്ചു. തൃപ്പൂണിത്തറ വെടിക്കെട്ട് അപകടം പോലെയുള്ള അപകടങ്ങളുടെ ഉത്തരവാദി ശരിക്കും ഈ ഉത്തരവ് നൽകിയ ന്യായാധിപന്മാർ തന്നെയാണ്. കഴിഞ്ഞ 1 പതിറ്റാണ്ടിലേറെയായി യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ ആരാധനാലയങ്ങളിൽ നടക്കുന്ന ഇത്തരം വെടിക്കെട്ടുകൾക്കെതിരെ നിയമപോരാട്ടം നടത്തുന്ന തൃശ്ശൂർ സ്വദേശിയായ ജോജുവിന്റെ വാക്കുകൾ കേൾക്കുക. സുനിൽ സാറല്ലേ? അതെ, ഞാന് ജോജാണ്, തൃശ്ശൂരിൽ നിന്ന്. പറഞ്ഞോ. നമ്മുടെ വെടിക്കെട്ടിന്റെ അന്നത്തെ വിഷയം ഇപ്പൊ കണ്ടില്ലേ? തൃപ്പൂണിത്തറ ഇത്രയും വാർത്തകളും ഇത്രയും കേസും കാര്യങ്ങളും ഉണ്ടായിട്ട് അവിടെ ഈ കളക്ടറും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞ ഈ കളക്ടർക്കും മറ്റേ പോലീസിനൊക്കെ ശരിക്കും അറിഞ്ഞുകൂട്ടിയിട്ടുള്ള കൊലപാതകത്തിനാണ് അവർക്കെതിരെ കേസെടുക്കുന്നത്. അവരുടെ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഇൻസ്പെക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഈ ദുരന്തം അവിടെ ഉണ്ടായത്. ഈ മുൻപ് കുറെ പേര് മരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അത് ശരിയായ രീതിയിൽ ശ്രദ്ധിക്കാതെ ശരിക്കും നമ്മൾ ഇതിന്റെ വാർത്ത കൊടുത്തു, നമ്മളിത് കോടതിയിൽ പോയി വിധി മേടിച്ചിട്ടും അത് ആ വിധിക്ക് അഗൈൻസ്റ്റ് പോയി കോടതി വീണ്ടും അനുമതി കൊടുത്തു. അതായത് ഡിവിഷൻ ബെഞ്ചില് ഇതിനെതിരെ പോയി. ആരാധനാലയങ്ങളിൽ നല്ലൊരു വിധി വന്ന് ആരാധനാലയങ്ങളില് മറ്റേ വെടിമരുന്നുകൾ പരിശോധിച്ച് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് അത് നിരോധിക്കുന്നു പറഞ്ഞിട്ട് വിധി സമ്പാദിച്ചപ്പോ ഈ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് ഇന്നത്തെ മലയാള മനോരമയിൽ ഒരു വാർത്ത പോലും ഇല്ല. അതായത് പ്രമുഖ പത്രക്കാർ പോലും ഇതിനെതിരെ ഒരു വാർത്ത ചെയ്യുന്നില്ല. 200 വീടുകൾക്കാണ് നാശനഷ്ടം പറ്റുന്ന ഇന്നലത്തെ മലയാള മനോരമയിൽ വാർത്തയുണ്ട്, കെട്ടിടങ്ങൾക്ക്. അപ്പൊ ഇത്രയും വലിയ ഭയാനകമായ ഒരു ന്യൂസ് ഉണ്ടായിട്ട് ഈ മനോരമ പോലുള്ള പത്രങ്ങളൊന്നും ഇത് വാർത്ത ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് എന്ത് പറയാ, രാജ്യത്ത് തന്നെ വലിയ ദുരന്തം ഉണ്ടാക്കുന്ന ഒരു വിഷയം. ഇത് അതിൽ ആരും ഇതിനെ ഗൗരവത്തിൽ കാണുന്നില്ല. അതാണ് എനിക്കിത് മനസ്സിലാവാത്തത്. ഇതിന്റെ ഗൗരവം മനസ്സിലാവണില്ല. ഇത് വലിയ ഒരു അനീതിയാണ്. ഇത് എന്താ പറയാ, നാളെ ഇനി പൈസ കൊടുത്ത് നമ്മൾ വായു മേടിക്കേണ്ട അവസ്ഥ വരും. ശ്വസന വായു അതിലേക്ക് വരും. ഞാൻ 92 കാലഘട്ടങ്ങളിൽ ഗൾഫിൽ പോയ സമയത്ത് അവിടെ കുടിവെള്ളം പെട്രോളിനേക്കാളും വില കൊടുത്ത് മേടിച്ചപ്പോ ഞാൻ അന്ന് ചിന്തിച്ചു, വെള്ളം കാശ് കൊടുത്ത് മേടിക്കും. ഇന്ന് നമ്മുടെ നാട്ടിലും അത് സുലഭമായിട്ട് ആളുകൾക്ക് എവിടെ പോകണമെങ്കിലും പൈസ കൊടുത്ത് വെള്ളം മേടിക്കേണ്ട അവസ്ഥ, മേടിച്ചു കുടിക്കേണ്ട അവസ്ഥയായി ഇപ്പോ. അതുപോലെ തന്നെ വായു വരും. ഞാൻ ഡോക്ടർ ഗംഗാധരായിട്ട് സംസാരിച്ച ഒരു തവണ ഒരു മീറ്റിംഗിൽ വെച്ച് ഞാൻ ചോദിച്ചു, പ്ലാസ്റ്റിക് കത്തിക്കുന്നതാണ് ഏറ്റവും വലിയ ക്യാൻസറിന് കാരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ബാരിയം ക്ലോറേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറേറ്റ്, ലെഡ്, മെർക്കുറി, ഇതൊക്കെ എങ്ങനെയുണ്ട് സാറേ? ഇതൊക്കെ നമുക്ക് മനുഷ്യർക്ക് നല്ലതാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ്, ക്യാൻസർ അല്ല, അതൊക്കെ നമ്മളെ അവയവങ്ങളെ നിർത്തിക്കളയും, അത്രയും മാരകമായ വിഷാണെന്ന് പറഞ്ഞു. അപ്പോ ഈ ഫാൻസി വെടിക്കെട്ടില് ഇതുപോലുള്ള വിഷാംശങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് സത്യത്തില് ആളുകള് ഇത് ബോധവൽക്കരണം നടത്തേണ്ട ഈ ഉദ്യോഗസ്ഥര് അതിനുവേണ്ടി നിലകൊള്ളുക. അത് വലിയൊരു സങ്കടമുള്ള കാര്യം. പക്ഷേ വളരെ ഗൗരവമുള്ള വിഷയം. സാമൂഹ്യ അനീതിയാണ്. നമ്മൾ ഇത്രയും സാമൂഹിക അനീതികള് എതിരെ പടപൊരുത്തി ഇന്നത്തെ ഈ നവീന കേരളം എന്ന് പറഞ്ഞിട്ട്
ഈ ആളുകള് വീണ്ടും, അതായത് ഈ അധികാരവർഗങ്ങള് ഇപ്പോ ഈ ജനപ്രതിനിധികൾ ഇങ്ങനെ വരുമ്പോ അവര് വെള്ളം വെള്ളിയിട്ടിട്ട് അവിടെ വന്ന് നോക്കും. ശരിക്കും പറഞ്ഞാൽ അവരുടെ പേരിലൊക്കെ ശരിക്കും കേസ് എടുക്കാൻ വേണ്ട. അറുംകൊലയ്ക്കുള്ള കേസ് ഇവരുടെ പേരിലാണ് എടുക്കേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മണ്ഡലത്തില് അല്ലെങ്കിൽ ഇവരുടെ പഞ്ചായത്തില് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളിൽ ഇവര് പരിശോധിക്കാൻ ഇവർക്ക് ബാധ്യതയുണ്ട്. ഇവര് ഈ ആരാധനാലയങ്ങളില് മറ്റേ അവിടുത്തെ നേതൃത്വത്തിന്റെ കൂടെ നിന്ന് ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തുക. ഈ ക്ഷേത്രത്തിലും അതുപോലെ പള്ളികളിലും ഒക്കെ ഇതുപോലെ അനധികൃതമായിട്ട് ധാരാളം ഈ വെടിക്കോപ്പ് ശേഖരം ഇപ്പോഴും ഇരിപ്പില്ലേ പെരുന്നാളുകളോടെ? പിന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ആരാധനാലയങ്ങളിലും ഒരു ഇൻസ്പെക്ഷൻ നടത്തേണ്ടതുണ്ട്. ഇത് വലിയ ദുരന്തത്തിലേക്ക്, ഇത് എത്ര പഠിച്ചാലും എന്താ പറയുക, ദുരന്തങ്ങൾ ഉണ്ടായാലും പഠിക്കണില്ല. ഇതിന്റെ പിന്നിൽ ശരിക്കും ഒരു വെടിക്കെട്ട് മാഫിയ തന്നെ. ഇത് മാഫിയാണ്, ഇത് വലിയൊരു മാഫിയാണ്. ഇതിന്റെ പിന്നില് ഇപ്പൊ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. വെടിക്കെട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഫാക്ടറികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാ? ബിനാമിയാണ്, രാഷ്ട്രീയക്കാരാണ് അതിന്റെ പിന്നില്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും അതിന്റെ പിന്നിലുണ്ടാവും. അതാണ് ഇതിന്റെ പിന്നെ. എന്തുകൊണ്ട് വലിയ നിയമം ഉണ്ടായിട്ട് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും അപകടം വരുന്നു? ഒരു പ്രാവശ്യം വരുമ്പോ അത് കൂടുതൽ ശക്തമായിട്ട് അതിൽ നിലപാടെടുക്കല വേണ്ടത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് AI ക്യാമറയില് വണ്ടി ഓടിക്കുമ്പോൾ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ, സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ നമുക്കെതിരെ ചാർജ് ചെയ്യണം. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ചാർജ് ചെയ്യണം. അതുപോലെ തന്നെ ഈ 100cc ബൈക്ക് പുക ടെസ്റ്റ് എടുത്തില്ലെങ്കിൽ നമുക്കെതിരെ ചാർജ് ചെയ്യണു, പെറ്റീഷൻ അടിക്കുന്നു. അപ്പോ ഈ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഈ വണ്ടിയിൽ വെടിക്കോപ്പുകൾ വന്നപ്പോ ഇവര് ഈ വെടിക്കോപ്പുകളൊന്നും കണ്ടില്ല, അവർ പരിശോധിച്ചില്ല. ഇതിന് ബില്ലുണ്ടോന്ന് പരിശോധിച്ചില്ല. അപ്പൊ ഇതൊക്കെ അധികാരികൾ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ സാധനം വരുന്നത്. എന്തുകൊണ്ട് ഇത്രയും സംവിധാനങ്ങളുള്ള ഈ പോലീസിനെ ഇത്രയും ഡിസ്ട്രിക്റ്റുകൾ കവർ ചെയ്ത് വരുമ്പോ ഈ വാഹനം എന്തുകൊണ്ട് പിടിക്കുന്നില്ല? തന്നെയല്ല, ഇവിടെ ലൈസൻസ് കൊടുത്തിട്ടില്ല എന്ന് പറയണു. അപ്പോ അവിടെ വെടിക്കെട്ട് നടക്കുന്നെന്ന് പറഞ്ഞാൽ ഈ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്? വളരെ 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 വീക്ക് ശേഖരം വെടിക്കോപ്പുകള് കൊണ്ടുവരികയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരു ആക്ഷൻ എടുക്കണില്ല. ഇത് വളരെ 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 വലിയൊരു ഇതായിട്ടാണ് കാണുന്നത്. എന്താ ചില സ്വാർത്ഥമതികളായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ, ഇപ്പൊ എത്ര ആളുകളുടെ വീട് പോയി? അവരുടെ സ്വപ്നല്ലേ കരിഞ്ഞു പോയത്? സാമ്പത്തികം ഉള്ളവർക്ക് ഒരു വീട് വെക്കാൻ പറ്റും, സാമ്പത്തികം ഇല്ലാതെ ലോൺ എടുത്ത് വീട് വെച്ച ആൾക്കാരുണ്ടതില്. അവർക്കൊക്കെ ഇനി എന്താണ് അവരുടെ സ്വപ്നം? കഴിഞ്ഞില്ലേ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ? ഇപ്പൊ എത്രയോ വീട്ടുകാരെ അവിടുന്ന് താമസം മാറ്റണം എന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ ഇനിയും ഈ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഗവൺമെന്റ് എന്ത് നടപടി എടുക്കണം എന്നുള്ള, ഇവര് ഈ അസംബ്ലിയിലൊക്കെ കൂടുണ്ടല്ലോ എല്ലാവർക്കും, ഈ നാടിന്റെ മറ്റേ നമ്മുടെ സുരക്ഷ നൽകേണ്ട ഉദ്യോഗസ്ഥര് അതല്ലെങ്കിൽ ജനപ്രതിനിധികളൊക്കെ ഇവരെന്ത് സുരക്ഷയാണ് ഒരുക്കണത്? വലിയൊരു പുറ്റിങ്ങില് ദുരന്തം ഉണ്ടായിട്ട് അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നല്ലേ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ എത്ര ഈ അടുത്ത കാലത്ത് വെടിക്കെട്ട് അപകടങ്ങളുണ്ടായി. ഇപ്പൊ എനിക്ക് കളക്ടറേറ്റില് ഇന്ന് എനിക്ക് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ നടപടിക്രമത്തിന്റെ ഉത്തരവ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഹൈക്കോടതിയില് ഞാൻ ഒരു മെൻഡാമസ് കൊടുത്തതിന്റെ അത് നടത്തിയതിന്റെ ഹിയറിംഗ് നടത്തിയതിന്റെ അതില് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ലൈസൻസിന് വിരുദ്ധമായിട്ട് കഥന പൊട്ടിച്ചു എന്ന് നമ്മൾ പറഞ്ഞപ്പോ അവര് പറഞ്ഞതും ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ ഒരു റിപ്പോർട്ട് തന്നേക്കണം. അതായത് കോടതിനെ പരസ്യമായി ലംഘിച്ചേക്കാണ്. വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ടും വിചാരണയില് പറയണത് ഉദ്യോഗസ്ഥര് എന്താണ് പറഞ്ഞത്, അവിടെ നടന്നിട്ടില്ല എന്ന് പറയുന്നത് പരസ്യമായിട്ട് അവരെ പറയണത്. അപ്പൊ ഈ സുപ്രീം കോടതിയുടെ വിധിനെ പോലും എന്താ പറയാ, ഇവിടുത്തെ ഹൈക്കോടതിയിലെ ചില ജഡ്ജിമാര് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടാണ് ഈ ഇതുപോലുള്ള വെടിക്കെട്ടുകൾക്ക് ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അവര് അത് വയലേറ്റ് ചെയ്യുക. അതിന്റെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് എന്തുമാത്രം സാമ്പത്തിക നഷ്ടങ്ങൾ, സാമൂഹികമായ പ്രശ്നങ്ങൾ എന്തെല്ലാം നേരിടും. ഇപ്പൊ എനിക്കെതിരെ, അതായത് ഇവിടുത്തെ യഥാർത്ഥ വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ അതുപോലെ നടക്കുന്ന വിശ്വാസികൾ പള്ളിക്കെതിരെ എന്ന് പറഞ്ഞു നടക്കണം. ഞാൻ പള്ളിക്ക് വേണ്ടിയിട്ടാണ് ഇത് കേസ് നടത്തിയിട്ടുള്ളത്. അതിപുരാതനമായിട്ടുള്ള ഈ പള്ളീനെ സംരക്ഷിക്കുന്ന പറഞ്ഞിട്ടാണ് ഞാൻ അധികാര കേന്ദ്രങ്ങളിലൊക്കെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളത്. സത്യത്തിൽ ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാക്കിയാൽ ഈ പള്ളി നാടുണ്ടാവില്ല. അപ്പോ ഇത് വലിയ ദുരന്തം സുനിൽ സാറേ. ഇത് ഈ വിഷയത്തിന് ജനങ്ങളെ ഇപ്പോഴും ഈ തെറ്റ് ആവർത്തിക്കുന്നു. അതിന് പൂർണ്ണ ഉത്തരവാദികൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നടന്ന ഈ എറണാകുളം ജില്ലയില് മരടിന്റെ വലിയൊരു കേസിന്റെ ഓർഡർ അവിടെ വന്നു, വലിയ വാർത്ത ചെയ്താ. ഞങ്ങളുടെ പള്ളിയിലത്തെ ഈ കേസിന്റെ വിഷയം വലിയ വാർത്ത ചെയ്താ. എന്നിട്ടും ഇതുപോലെയാണെങ്കിൽ നാളെ ഇവിടെ തീവ്രവാദികളൊക്കെ വന്ന് ബോംബിട്ടാ എങ്ങനെ പിടിക്കാൻ പറ്റുക? ഇതുപോലെയാണെങ്കിൽ വെടിമരുന്ന് അത്രയും സുലഭമാണെന്നല്ലേ. അപ്പൊ ഈ ബില്ലില്ലാതെ എങ്ങനെ ഈ സാധനം വരുന്നു? ലൈസൻസ് ഇല്ലാണ്ട് ഇത് എങ്ങനെ കടത്തുന്നു? ഇതൊക്കെ വലിയ അനീതിയാണ്.
ഇതിന് ജനപ്രതിനിധികള് ഇപ്പൊ ഇന്നലെ ഈ ദുരന്തം ഉണ്ടാകുമ്പോ എല്ലാവരും വെള്ളം വെള്ളിട്ട് വന്ന് നടക്കും, സന്ദർശിക്കും. ഈ വെള്ളം വെള്ളിട്ട് വന്നിട്ട് അവരെല്ലാവരും വന്ന് നോക്കി. ഇനിയിപ്പോ ഇവർക്കൊക്കെ ഇപ്പൊ ആരോപണം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം വരെ കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഇനി ഖജനാവില് പൈസ ഇല്ലാത്ത സ്ഥലത്തുനിന്ന് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ കുറച്ചു പേര് ചെയ്ത അനീതിക്ക് അല്ലെങ്കിൽ അവര് നിരുത്തരവാദിപരമായ ജോലിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ദുരന്തം ഉണ്ടായിരുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.